ബുദ്ധിമുട്ടാണ്. ഹായ് ഡിയർ ഗൈസ്, എന്തുണ്ട്? അഡ്വക്കേറ്റ് സയ്യിദ് മുഹമ്മദ്. ഒരു സുപ്രധാന കാര്യം പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. ഇംഗ്ലീഷിൽ ഒരു വേർഡ്സ് ഉണ്ട്, അസുനോ സർക്കാറ്റിസം. സർക്കാറ്റിസം മീൻസ് എന്ന് വെച്ചാൽ ഹാസ്യാത്മകമായി ആക്ഷേപമായി ഒരാളെ ഒരു പെരുമാറുക, സംസാരിക്കുക. ആ 4 പോയിൻ്റ് വേർഡ്സ് aiming to anything to an individuals. അല്ലെങ്കിൽ ഒരു 50 ചെയ്ത് ആരെക്കുറിച്ചെങ്കിലും കളിയാക്കുന്ന ഒരു പ്രയോഗമാണ് സർക്കാറ്റിസം. ആ സർക്കാറ്റിസം സ്വന്തം കണ്ണിൽ കമ്പും കുറ്റിയും ഇരിക്കുമ്പോൾ നാം അവൻ്റെ കണ്ണിൽ ഇറക്കിയെടുക്കുന്നത് ശരിയാണോ? ടെൽമി ഗൈസ്, ഇതിന് ഉപോത്പരമായ സംഭവം ഉണ്ടായത് നീണ്ട പ്രവാസ ജീവിതത്തിന് ശേഷം 27 വർഷത്തിന് ശേഷം കണ്ടുമുട്ടിയ എൻ്റെ 2 സുഹൃത്തുക്കൾ. നമ്മൾ സാധാരണ കാണുമ്പോൾ എന്താ പറയുന്നത്? അവരെ കാണും, ഹായ് എന്തുണ്ട് സുഹൃത്ത്, ഒന്ന് ഹഗ് ചെയ്യും, ഒന്ന് വിഷ് ചെയ്യും. ഇന്ന് ഉച്ച കഴിഞ്ഞ് ബാങ്കിൽ ഞാൻ പോയപ്പോൾ 27 വർഷത്തെ പ്രവാസ ജീവിതം കഴിഞ്ഞ് 27 വർഷം മുമ്പ് ക്യാമ്പസിൽ കോളേജിൽ പഠിച്ച എൻ്റെ 2 സുഹൃത്തുക്കൾ എന്ന് വെച്ചാൽ അവർ 2 പേരും ഒന്നിച്ച് പഠിച്ചതാണ്. അവർ ഭാര്യ ഭർത്താക്കന്മാരാണ്. അവർ ചോദിച്ച ചോദ്യം എന്താണെന്ന് വെച്ചാൽ, അത് എനിക്ക് അവരുടെ കുറ്റങ്ങളും അവരുടെ ഇല്ലായ്മകളുമാണ്. 27 വർഷത്തെ പ്രവാസ ജീവിതം, അതും ഇല്ലാത്ത പച്ച നുണങ്ങൾ ആക്ഷേപം ചൊല്ലിച്ചുകൊണ്ട് എൻ്റെ അടുത്ത് പറയുന്നു. നമ്മൾ പഴയ സൗഹൃദം വെച്ച് എന്താണ് ഫ്രണ്ട്സ് എന്ന് എത്രമാത്രം ചോദിച്ചത്, അതാണ് എൻ്റെ തെറ്റ്. അത് പ്രേക്ഷകരുടെ മുമ്പിൽ എനിക്കിവിടെ അവതരിപ്പിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. എങ്കിൽ പോലും അത് ചെറിയ തോതിൽ പറയുകയാണെങ്കിൽ അത് സർക്കാറ്റിസം. ഞാൻ മുമ്പ് സൂചിപ്പിച്ചത് സർക്കാറ്റിസം എന്താണ്? ആ സർക്കാറ്റിസം അവരുടെ കണ്ണിലെ ഈർക്കരി, സ്വന്തം കണ്ണിൽ കമ്പും കുറ്റിയിരിക്കുമ്പോൾ എടുക്കുന്ന മറ്റുള്ളവരെ പറ്റി ആക്ഷേപങ്ങളും ഇല്ലായ്മകളും. ചുരുക്കി പറഞ്ഞാൽ ദേ ആർ ട്രൈയിങ് ടു അക്യൂസ് സംതിങ് അബൌട്ട് അലിഗേഷൻസ് ടു അതേഴ്സ് വിത്തൗട്ട് എനി പ്രോപ്പർ ഗ്രൗണ്ട്. അപ്പം ഇങ്ങനെയുള്ള ഈ അവസ്ഥയിൽ നമ്മൾ സമൂഹം ഇനിയും മാറിയിട്ടില്ല. നമ്മൾ സമൂഹം ഇനിയും മാറി ചിന്തിക്കേണ്ട അവസ്ഥ കഴിഞ്ഞു. ഇതൊരു മാറ്റം ഇതുവരെ സംഭവിക്കുമോ, ഇനി ഇത്രയും നാളുമായിട്ടും ഇനിയും സംഭവിക്കുമോ എന്നൊന്നും നമുക്ക് പ്രതീക്ഷയില്ല. കാരണം സമൂഹത്തിൻ്റെ ആ ഹൃദയം അത്രയ്ക്ക് ഫ്രോഡിയാണ്, അത്ര കാവടി നിറഞ്ഞാണ്. അതുകൊണ്ട് ആരും സർക്കാരിസം ഉപയോഗിക്കരുത്. ഒരു മനുഷ്യനും വേറൊരു മനുഷ്യനെപ്പറ്റി ആക്ഷേപ പ്രയോഗങ്ങൾ ഉപയോഗിക്കരുത്. കാരണം അവനവൻ്റെ കണ്ണിലിരിക്കുന്ന ആ മുഴുത്ത കമ്പും കോലും കുറ്റിയും എടുത്ത് കളഞ്ഞിട്ട് അന്യൻ്റെ കണ്ണിലെ ഈർക്കരി എടുത്ത്, അതും ഈ പറഞ്ഞവർക്ക് അതിനുള്ള യോഗ്യതയില്ല. കാരണം നിയമപരമായിട്ട് സഹോദരിയെ വിവാഹം കഴിച്ച് ഭാര്യ ഭർത്താവുമായ 2 വ്യക്തികളാണിത്. ഇറ്റ് ഈസ് ടു ഷെയിം. ഹൗ കാൻ ഐ എക്സ്പ്രസ് ദെയർ ലൈഫ്? ഇറ്റ് ഈസ് ടു ഷെയിംഫുൾ. അങ്ങനെയുള്ളൊരു വ്യക്തി കൂടെയാണ് ഇവർ. സ്വന്തം കസിൻസ്, സഹോദരിമാർ വിവാഹം കഴിച്ച് ജീവിക്കുന്ന ആൾക്കാർ. അതിൽ കൂടെ മികച്ചമായ പ്രവൃത്തി ആരെങ്കിലും ചെയ്യുമോ? അങ്ങനെ മികച്ചമായ പ്രവൃത്തി ചെയ്ത 2 വ്യക്തികളാണ് 27 വർഷത്തെ പ്രവാസ ജീവിതം കഴിഞ്ഞ് ഇന്ന് യാദൃശ്ചികമായി ബാങ്കിൽ വെച്ച് കണ്ടപ്പോൾ എന്നോട് കുശലം ചോദിച്ചു. ഹായ് ഞാൻ പറഞ്ഞു, ഒരു സുഹൃത്തെന്നെ വിഷ് ചെയ്തു, ഹഗ് ചെയ്തു. അപ്പോൾ നമ്മുടെ സമൂഹത്തിലെ കാഴ്ചപ്പാട് ഒത്തിരി വികലമായ പുഴുക്കുത്തുകളാണ്. സമൂഹത്തിൻ്റെ ആ കാഴ്ചപ്പാടിൽ ആ സമൂഹത്തിൻ്റെ ഹൃദയം മൊത്തം ക്യാൻസർ ബാധിച്ചിരിക്കുകയാണ്. ഇതിനൊരു മാറ്റം വരാൻ നമ്മളെല്ലാവരും ഒന്നിച്ച് ശ്രമിക്കേണ്ടതാണ്. അതുകൊണ്ട് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. അതുകൊണ്ട് നമ്മൾ സർക്കാരിസം എന്ന വാക്കിൻ്റെ ആ ഇംഗ്ലീഷിലുള്ള വേർഡ്സിൻ്റെ അർത്ഥം പല രീതിയിലുണ്ട്. അപ്പോൾ ഇതും ആ സർക്കാരിസം എന്ന വാക്കിനോടനുബന്ധിച്ച് ആ അർത്ഥത്തിന് ഉപോത്പരമായ അർത്ഥം വരുന്നൊരു സംഭവമാണ് ഇന്ന് നടന്നത്. അതുകൊണ്ട് ഞാൻ പ്രേക്ഷകരോട് ഈ കാര്യം ഒന്ന് പങ്കുവച്ചതാണ്. ഇനിയെങ്കിലും നമുക്ക് എല്ലാവർക്കും നമ്മുടെ ഹൃദയം പരിശുദ്ധമാക്കാൻ ശ്രമിക്കാം. ബി പ്യുവർ, ജസ്റ്റ് ലൈക്ക് ഹണി ഓർ ബെസ്റ്റ് മിൽക്ക് ഇൻ അവർ ഹാർട്ട്. നമ്മുടെ ഹൃദയം പുഴുക്കുത്തുകളില്ലാതെ ഒരു അമ്മിഞ്ഞപ്പാൽ പോലെ, അല്ലെങ്കിൽ പരിശുദ്ധ തേൻ പോലെ പരിശുദ്ധമാകട്ടെ. ലെറ്റ് us hope for the best. Thank you.